ഇതൊരു രക്ഷയില്ല കേട്ടോ. നമുക്ക് നോക്കാവേ, മാറി നിന്നിട്ടാവേ. 1 2 3. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു TTM വോയിസ്. ഇന്ന് നമ്മൾ ഒരു വാട്ട്സ് ഇൻസൈഡ് എന്ന് പറഞ്ഞ സംഭവം വെച്ചൊരു വീഡിയോ ആണ് വന്നത്. അപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നതാണ് ഫോൺ. ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഫോണുണ്ട്. എനിക്ക് തോന്നുന്നു സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ആൾക്കാരില്ലെന്ന് പറയാം. അപ്പോൾ എല്ലാവരും സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ചാർജർ കാണും. ഇപ്പം ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ കാലമാണ്. 30 മിനിറ്റ് കൊണ്ടും 15 മിനിറ്റ് കൊണ്ടൊക്കെ ഫോൺ ഫുൾ ചാർജ് ആകും. അപ്പോൾ ഈ ചാർജറിൻ്റെ അകത്ത് എന്താ സംഭവം എന്ന് നിങ്ങൾക്കറിയാം. ഒരു കൗതുകം കാണത്തില്ലേ? എനിക്കൊന്ന് ഒരു പക്ഷേ നിങ്ങൾ ചിലരൊക്കെ ഇത് കണ്ട് കാണും, ഓൾറെഡി പൊട്ടിച്ചൊക്കെ നോക്കി കാണും, അല്ലെങ്കിൽ അഴിച്ച് നോക്കി കാണും. പക്ഷേ എൻ്റെ അനുഭവം പറയട്ടെ ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ ലൈഫിൽ എൻ്റെ 5ാം ക്ലാസ് 2 പഠിക്കുമ്പം ചെറിയൊരു ഓർമ്മയുണ്ട്. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ പൊട്ടിച്ചെങ്ങനെ കിടന്ന് കണ്ടതാണ്. അതിൻ്റെ അകത്ത് എന്തൊരു മുഴച്ചിരിക്കുന്ന ഒരു സാധനം, വട്ടത്തിരിക്കുന്ന സിലിണ്ടർ പൊഴിക്കുന്ന ഒരു സാധനമൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ ഇലക്ട്രോണിക്സ് ഒന്നും പഠിച്ച ലെവലായിട്ട്. അപ്പോൾ എനിക്കിതിനെപ്പറ്റി എന്താ സംഭവം ഒന്നും അറിയത്തില്ല. അപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. നമ്മുടെ ഇവിടെ ഒരു പോയ ചാർജർ ഇരിപ്പുണ്ടായിരുന്നു, നോക്കിയുടെ. കണ്ടാൽ ഭയങ്കര ലുക്കൊക്കെയാണ് ഫ്രണ്ട്, പക്ഷേ സാധനം വർക്കിംഗ് അല്ല. എന്താ അറിയാൻ വയ്യ, താഴെ വീട് ഒന്നും ചെയ്തിട്ടില്ല. എന്താ സംഭവം പറ്റുമെന്ന് അറിയാൻ വയ്യ. പിന്നെ ഞാൻ അധികം ഇതേ പണിയൊന്നും പോയിട്ടില്ല. അപ്പോൾ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് കണ്ടന്റിനുള്ള ഒരു ഐഡിയ മനസ്സിൽ ഇരുന്നപ്പം വന്നത്. അപ്പം ഇത് വലിയ സംഭവമൊന്നുമല്ല. ഇത് നമ്മുടെ കുറേ ആയുധങ്ങളുണ്ട് ഫ്രണ്ട്സ്. ഇതിന് കണ്ടല്ലോ, ചുറ്റിയുണ്ട്, പ്ലെയറുണ്ട്, കുറേ ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ വെച്ച് നമുക്കിതിനെ ഒന്ന് റെഡിയാക്കി എടുക്കാം. മാക്സിമം വൃത്തിയായിട്ട് പൊട്ടിച്ചെടുക്കണം. ഇതിൻ്റെ അകത്ത് എന്താണെന്ന് നോക്കാം. അപ്പം വീഡിയോ മൊത്തം കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും പമ്മി ഇരിപ്പുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പോൾ നമ്മൾ ക്യാമറ സെറ്റ് ആക്കിയിട്ടുണ്ട്. താഴെ വെച്ച് നമുക്ക് പൊട്ടിക്കാൻ പോവാണ്. ഇപ്പോൾ ഇത് ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. ക്വാളിറ്റി ലോസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് നേരെ ഇനി പരിപാടി തുടങ്ങാൻ. തേടി നോക്കിയാൽ താഴെ ഞാൻ കാണിച്ചു തരാം. താഴെ സാധനം വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ അകത്ത് പൊട്ടിക്കുകയാണ്. ഇന്ന് പറ്റിയ ഉപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ തേടി നോക്കി ഒരു പ്ലെയർ ഉണ്ട്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ചുമ്മാ ഒരു രസത്തിനടുത്താണ് പ്ലെയർ. പിന്നെ ഈ സാധനം അഡ്ജസ്റ്റ് പാനർ. ഇതൊക്കെ എന്തിനാണ് നിങ്ങൾ എന്ത് തേങ്ങയ്ക്ക് ഉപയോഗിക്കുന്നത്, എന്ത് തേങ്ങയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് നിങ്ങൾ വിചാരിക്കും. ചുമ്മാ ഒരു ഗുമ്മൊക്കെ വേണം, അതിനുവേണ്ടി ഉപയോഗിച്ചാണ്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ആവശ്യമുള്ളൂ. എന്തിനാണ് നമ്മുടെ മെയിൻ സാധനം, ഇതിന്റെ ആവശ്യമുള്ളൂ. അപ്പൊ നമുക്ക് നേരെ പരിപാടി തുടങ്ങാം. ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പൊ നമ്മുടെ ഈ സാധനം നമുക്ക് ആദ്യം നമ്മുടെ ഇതിട്ടൊന്ന് പിടിച്ചു നോക്കാം. നോക്കി, നമ്മുടെ പ്ലെയർ ഇട്ടൊന്ന് പിടിച്ചു നോക്കാം. ഇതാദ്യം ഇത് ഇളകുമോ നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഇതങ്ങനെ ഇളകുമെന്ന് എനിക്ക് തോന്നില്ല. വേണ്ട, അങ്ങനെ വെച്ചാൽ ശരിയാകത്തില്ല. നമുക്ക് ഈ ഒരു ഗ്യാപ്പ് കണ്ടല്ലോ ഫ്രണ്ട്സ്, ഈ ഒരു ഗ്യാപ്പ് നമുക്ക് നൈസായിട്ട് പൊട്ടിക്കാൻ നോക്കാവേ. അതായിരിക്കും ഏറ്റവും നല്ലത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ ഗ്ലാസ് യൂസ് ചെയ്യും. ഇപ്പം ഞാൻ ഓൾറെഡി ഗ്ലാസ് വെച്ചിട്ടുള്ളതുകൊണ്ട് പിന്നെ വേറെ ഗ്ലാസിൻ്റെ ആവശ്യമില്ലല്ലോ. കണ്ണിലൊക്കെ തെറിക്കാൻ ചാൻസ്. ഇങ്ങനെ അഥവാ ചെയ്യാൻ ശ്രമിക്കുവാണെങ്കിൽ തന്നെ ഗ്ലാസ് ഒക്കെ യൂസ് ചെയ്യാം. നമുക്കിനി ഒന്ന് ജസ്റ്റ് പൊട്ടിക്കാവേ. നമ്മൾ ഈ നല്ല ബലം കൊടുക്കാം. പൊട്ടുന്നില്ല. ഒരു രക്ഷയില്ല ഫ്രണ്ട്സ്, ഒരു രക്ഷയില്ല. ഇതൊരു രക്ഷയില്ല കേട്ടോ. നമ്മൾ നല്ല ബലം കൊടുത്തിട്ടും ഇതങ്ങനെ പൊട്ടുന്നില്ല കേട്ടോ. ഫ്രണ്ട്സ്, ഇഞ്ച പരുവായി ഭയങ്കര സ്ട്രോങ് കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച പോലെ ഭയങ്കര വീക്കൊന്നുമല്ല. ഈ സാധനം ഭയങ്കര സ്ട്രോങ് ആണ്. ഒന്നുകൂടെ ശരിക്കും ബലം കൊടുത്തു നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ എത്ര നോക്കിയിട്ട് ഈ സാധനം പൊട്ടുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റ് ആൻഡ് അവസാനത്തെ ആണെന്ന് പറയുന്നത് ഇവിടെ കല്ല് കിടപ്പുണ്ട്, കരിങ്കല്ല്. അപ്പോൾ കരിങ്കല്ല് മണ്ടേക്കോട്ട് ഇനി ഇടാം. അപ്പോൾ ഇട്ടിട്ട് നമുക്ക് മാറാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് അതേ ഇനിയും വഴിയുള്ളൂ. എങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ പടയെന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് നിൽക്കേണ്ട, മാറിയിട്ട് ഇടാം. ഇതൊക്കെ മാറ്റാം. ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല, വെറുതെ ഷോ കാണിച്ചുകൊണ്ടൊന്നും. നമുക്ക് നമ്മൾ കല്ലിട്ട് നോക്കാം. പിന്നെ ഇവിടെ വലിയ കല്ലൊക്കെ കിടപ്പുണ്ട്. നമുക്ക് അത്യാവശ്യം ഒരു മീഡിയം സൈസ് കല്ലെടുക്കാവേ. ഈ കല്ലിന്റെ ആവശ്യമുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഈ കല്ല് നമുക്കെടുത്ത് മണ്ടക്കിടാം. നമുക്ക് ഈ ഒരു കല്ലിന്റെ മണ്ടക്കിട്ട് നോക്കിയിട്ട് നമുക്ക് നോക്കാവേ. ഓക്കെ, നമുക്ക് മാറി നിന്നിട്ടാവേ. 1 2 3 സ്റ്റാർട്ട്. ഇല്ല, ഒരു മാറ്റവും ഇല്ല. വീണത് ശരിയായില്ല. നമുക്കൊന്നുകൂടെ കറക്റ്റായിട്ട് ഇടാം. 1 2. അയ്യ, നമ്മുടെ കേബിള് മുറിഞ്ഞു പോയി കേട്ടോ. നോക്കിക്കേ, കേബിളൊക്കെ മുറിഞ്ഞൊരു പരുവായി. നമുക്ക് കേബിൾ എടുത്ത് മാറ്റിയേക്കാം. നമ്മുടെ ഐറ്റം നോക്കട്ടെ. നോക്കി, ഇത് ശകലം ഒരു കോടി പോയിട്ടുണ്ട്. ഇത് പൊട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. നമുക്കിങ്ങനെ ചരിച്ച് വെച്ചിട്ട് അതിന്റെ മണ്ടക്കോട്ട് ഇടാവേ. ഇടാം. യെസ്, പൊട്ടിയിട്ടുണ്ട്. എന്തൊക്കെയോ അകത്ത് കണ്ടിട്ടുണ്ട് ഫ്രണ്ട്സ്. ഓ, ഇത് ഇവിടുന്ന് ഇങ്ങനെ അഴിച്ചു വരുന്ന സാധനമായിരുന്നല്ലേ. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ ഉണ്ട്. നമുക്ക് ഇത്രയും പൊട്ടിച്ചാൽ മതിയോ? കാരണം ഇതിൻ്റെ അകത്ത് എന്താ, ബാക്കിയൂടെ പൊട്ടിച്ചാലോ. നമ്മൾ
നമ്മുടെ ലാസ്റ്റ് സംഭവം പൊട്ടിച്ചിരിക്കുകയാണ്. നമ്മൾ ആദ്യം ചുറ്റിയിട്ട് ശരിക്കും അടിച്ച് നോക്കിയിട്ട് പൊട്ടിയില്ല, എത്ര നോക്കിയിട്ടും പറ്റിയില്ല. പിന്നെ നമ്മൾ പ്ലെയർ ഇട്ട് കുറച്ച് പിടുത്തമൊക്കെ പിടിച്ചു, ഒന്നും നടന്നില്ല. പിന്നെ അവസാനമാണ് നമ്മുടെ ഒരു കല്ല്, നല്ല വെയിറ്റുള്ള കരിങ്കല്ലൊക്കെ ഇവിടെ കിടപ്പുണ്ടായത്, അത് ഇട്ട് നോക്കാമെന്ന് വെച്ചത്. അതിട്ടപ്പോഴാണ് ഈ പൊട്ടിച്ച് കിട്ടിയത്. ഇത് മൊത്തം അതിട്ടപ്പോഴല്ല കേട്ടോ, ഈ മണ്ടക്കത്തൊരു അടപ്പുണ്ടായിരുന്നു, അത് ഇളകി പോയിരുന്നു കല്ലിട്ടപ്പോൾ തന്നെ. പിന്നെ ഇതൊക്കെ ഞാൻ പ്ലെയർ ഇട്ട് പിടിച്ചെടുത്ത് ഓപ്പൺ ആക്കിയതാണ്. നല്ല പാടാണ്. ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ചിലതൊക്കെ എന്ന് വെച്ചാൽ ചില്ല് ടൈപ്പ് ചാദർ കാണാം, അതൊക്കെ എനിക്ക് തോന്നുന്നത് പൊട്ടുന്ന ടൈപ്പ് ആയിരിക്കും. പക്ഷേ ഇത് നോക്കിയ ആയതുകൊണ്ടായിരിക്കും, നല്ല ബ്രാൻഡ് ആയതുകൊണ്ടായിരിക്കും, വെൽ മെയ്ഡാണ്. കാരണം ഇതൊക്കെ പിടിച്ച് വലിച്ചെടുക്കുന്നത് തന്നെ ഞാൻ 1/2 മണിക്കൂർ 3/4 മണിക്കൂർ ഇതിന് വേണ്ടി തന്നെ ഇരുന്നു. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് നോക്കാം. ഇതിനുണ്ട് ഫ്രണ്ട്സ്, ഒരു മഞ്ഞ സാധനം ഇരിപ്പുണ്ട്. എനിക്ക് തോന്നി ഇത് കുഞ്ഞ് ട്രാൻസ്ഫോമറാണ് തോന്നുന്നത്. ട്രാൻസ്ഫോമർ എന്ന് വെച്ചാൽ കൂടിയ കറണ്ടിന് കുറച്ചുകൂടെ ഉള്ള സംഭവം ഉണ്ടല്ലോ, അതാണ് എനിക്ക് തോന്നിയത്. കാരണം മെയിൻ പ്ലഗിൽ നിന്ന് വരുന്ന കറണ്ട് കുറച്ച് ചെറിയ DC ആയിട്ട് വിടുന്ന സംഭവമാണെന്ന് തോന്നുന്നു. തന്നെ ഈ മഞ്ഞ കളർ കണ്ടല്ലോ ഫ്രണ്ട്സ്. പിന്നെ അതിനകത്ത് 2 ചെറിയ സിലിണ്ടറിക്കൽ സാധനം ഉണ്ട്. ഇതിന് പറഞ്ഞാൽ എനിക്ക് പേരെന്താ എനിക്കറിയാം, എന്തോ പേര് പറയായിരുന്നു. ചെറിയ സിലിണ്ടറായിട്ട് 1 2 3 ചെറിയ സിലിണ്ടർ ഉണ്ട് കേട്ടോ, 3 അല്ല 4 ഉണ്ട്. ഇത് എനിക്ക് തോന്നുന്നത് എന്തിനാണെന്ന് എനിക്കറിയാൻ പറ്റും. ഇലക്ട്രോണിക്സ് ഒക്കെ പഠിച്ചവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, എന്തിനാണ് എനിക്കറിയാൻ പറ്റുക. ഒരു 2 കറുത്ത സിലിണ്ടറുണ്ട്, 3 കറുത്ത കുഞ്ഞ് സിലിണ്ടറുണ്ട്, പിന്നെ ഒരു പച്ച ടൈപ്പ് വേറെ സിലിണ്ടറുണ്ട്. സിലിണ്ടർ എന്നാണ് അതിന് പറയുന്നതെന്ന് അറിയാൻ പറ്റുക. പിന്നെ അല്ലാതെ ഒരു ബോർഡ്, ആ ബോർഡിലാണ് ഇതെല്ലാം ഫിറ്റ് ചെയ്തേക്കുന്നത്. ഇത്രയേ ഉള്ളൂ സംഭവം, വലിയ സംഭവങ്ങളൊന്നുമില്ല. മെയിൻ ഇത്രയേ ഉള്ളൂ സംഭവം. കറണ്ടിനെ കുറച്ച് വിടുക. പിന്നെ ഫാസ്റ്റ് ചാർജിങ് ഉള്ള, ഇത് ഫാസ്റ്റ് ചാർജിങ് അല്ല കേട്ടോ, നോർമൽ 10 വാട്ടിൻ്റെ ചാർജറാണ്. ഫാസ്റ്റ് ചാർജിങ് വരുമ്പോൾ എനിക്ക് തോന്നുന്നത് കുറേ വെറൈറ്റി സംഭവങ്ങളാണ്. ഫാസ്റ്റ് ചാർജർ എൻ്റെ ഇതിൽ പോകുന്നത്, പക്ഷേ അതങ്ങനെ പൊട്ടിക്കാൻ പറ്റത്തില്ല, കാരണം ഇച്ചിരി പ്രൈസ് കൂടിയാണ്. അത് മാത്രമല്ല അത് വർക്ക് ചെയ്യുന്നതാണ്, ഇത് വർക്ക് ചെയ്യാത്തതാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയത്. അപ്പോൾ ഈ സംഭവമെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, യൂസ്ഫുൾ ആയെങ്കിൽ, ഇതൊരു കുഞ്ഞു പരീക്ഷണമാണ്. വലിയ പരീക്ഷണങ്ങൾ നമുക്കിനി ചെയ്യാൻ പ്രായമുണ്ട്, എല്ലാം വഴിയേ വരും. അപ്പോൾ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ്, ഇതുപോലുള്ള വെറൈറ്റി കുറേ വീഡിയോസായിട്ട് ഇനി വരുന്നത് കിട്ടാൻ വേണ്ടിയിട്ട് പുതിയ വീഡിയോ കാണാം. എൻ്റെ ഒരു വിഷ്ണു, TTM വോയിസിൽ നിന്ന്. See you.